ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ബൂഫിയ സ്ക്വയർ റെസ്റ്റോറൻറ്റ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത് നമ്മുടെ കൊച്ചിയിലെ എടപ്പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഉള്ളത് ബൂഫിയ സ്ക്വയർ റെസ്റ്റോറൻറ്റ് ടീ ആൾ ഡേ. ഒരു വെറൈറ്റി റെസ്റ്റോറൻ്റ് ആണ്. ഒരു DJ ലെവലുള്ള ഒരു മോഡലൊക്കെയാണ് ഇവിടുത്തെ ആ ഒരു ആംബിയൻസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാം. അധികം വൈകാതെ തന്നെ നമുക്ക് ആ ഒരു മെനു കാർഡ് കിട്ടി. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, വെറൈറ്റി ഐറ്റംസ്. സൂപ്പ്, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ ഷവർമ സ്പെഷ്യൽ, അങ്ങനെ കുഴിമന്തി, അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ ഈ ഒരു ബൂഫി ഷവർമയാണ് അശ്വിൻ ഓർഡർ ചെയ്തത്. അതുകൂടാതെ തന്നെ ഒരു പെപ്പർ അൽഫാം അത് ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഈ 3 ഓർഡർ ചെയ്തത്, ചിക്കൻ ഫ്രൈഡ് റൈസ്, അങ്ങനെ 3 ഓർഡർ ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടിയത് ഈ ഒരു 2 ഐറ്റമാണ്. ഒന്ന് ആ ഒരു പെപ്പർ അൽഫാമും, അതുപോലെ തന്നെ ഇവിടുത്തെ ബൂഫി സ്പെഷ്യൽ ഷവർമയാണ് കിട്ടിയത്. അപ്പോൾ ഒട്ടും വൈകില്ല, ഞങ്ങൾ ആ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഫ്രൈഡ് റൈസും കിട്ടിയിട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസാണ്, ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ ഒരു 3 ഐറ്റം കിട്ടി. ഇനി നമുക്ക് ഈ ഒരു 3 ഐറ്റത്തിൻ്റെയും ഫ്ലേവർ, അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു റിവ്യൂ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ആ ഒരു ബൂഫി സ്പെഷ്യൽ ഷവർമയാണ്. ഈ ഒരു ഷവർമ കഴിച്ചപ്പോൾ തന്നെ അശ്വിന് ഭയങ്കര ഫേവറേറ്റായി തോന്നി. ഒരു സ്പൈസി, അതുപോലെ തന്നെ എല്ലാം കൂടി ചേർന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഇവിടുത്തെ. അത് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഐറ്റം തന്നെയായിരുന്നു. അവൻ ആ ഒരു കഴിച്ചപ്പോൾ ഭയങ്കര ഫീലായിരുന്നു. അത്രയും സൂപ്പർ തന്നെയാണെന്നാണ് ആ ഒരു റിവ്യൂ കിട്ടിയത്. അതിന് ശേഷം ഓർഡർ ചെയ്ത് നമ്മുടെ ആ ഒരു പെപ്പർ അൽഫാം നമ്മുടെ പവൻ ബ്രോ കഴിച്ചു. അതും നല്ലൊരു ടേസ്റ്റാണെന്ന് തന്നെ പറഞ്ഞത്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ആ ഒരു ടേസ്റ്റ് തന്നെ ആയിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഞാൻ ഓർഡർ ചെയ്ത ആ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് കിട്ടിയത്. നല്ല ചൂടുണ്ടായിരുന്നു. അത്യാവശ്യം ഞാൻ ഈയിടെ കഴിച്ച ഫ്രൈഡ് റൈസിൽ ഏറ്റവും നല്ലൊരു ഫ്രൈഡ് റൈസ് ആയിരുന്നു. കാരണം നല്ലൊരു ഹോട്ട് ഫീൽ ചെയ്തു, നല്ല എരിവും ഉണ്ടായിരുന്നു, എല്ലാം കൂടി മിക്സ് ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹോട്ടലിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.